വഖഫ് വിഷയത്തിലാണ് അതിൽ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമി കൊള്ളയാണെന്നും പാവപ്പെട്ട മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കില്ല എന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. വഖഫ് നിയമത്തിന്റെ പേരിൽ ഭയപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആദ്യം നരേന്ദ്രമോദിയുടെ പ്രതികരണത്തിലേക്ക്. दलित की जमीन लूट रहे थे, पिछड़ों की जमीन लूट रहे थे, आदिवासी की जमीन लूट रहे थे, विधवा महिलाओं की संपत्ति लूट रहे थे। सैकड़ों विधवा मुस्लिम महिलाओं ने भारत सरकार को चिट्ठी लिखी, तब जाके कानून की चर्चा आई है। वक्फ कानून में बदलाव के बाद अब ये गरीबों से जो लूटा जा रहा है वो बंद होने वाला है। और सबसे बड़ी बात, हमने एक बहुत बड़ा जिम्मेदारीपूर्ण महत्वपूर्ण काम किया है। हमने इस वक्फ कानून में एक और प्रावधान किया है। अब नए कानून के तहत, वक्फ के कानून के तहत किसी भी आदिवासी की जमीन को हिंदुस्तान के किसी भी कोने में आदिवासी की जमीन को, उसके घर को, उसकी संपत्ति को ये वक्फ बोर्ड हाथ भी नहीं लगा पाएगा। ये आदिवासी के हितों की रक्षा करने का, संविधान की मर्यादाओं का पालन करने का हमने बहुत बड़ा काम किया है। नए प्रावधानों से वक्फ की भी पवित्र भावना का सम्मान होगा। ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായ ഒരു പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്ന് വരുന്നത്. ഇത് എവിടെയായിരുന്നു, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഹിസാറിൽ, ഹരിയാനയിലെ ഹിസാറിൽ നടന്ന പൊതുയോഗത്തിലാണ് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. കടുത്ത ഭാഷയിലാണ് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന നിയമവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും പറഞ്ഞത് ലക്ഷക്കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമി വഖഫിന്റെ പേരിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ പാവപ്പെട്ടവർക്കും താഴെ തട്ടിലുള്ളവർക്കും അനുഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിന്റെ പേരിലുള്ള ഭൂമാഫിയ ഈ സ്വത്തുക്കൾ വെച്ച് അനുഭവിക്കുകയായിരുന്നു. പാവപ്പെട്ടവരുടെ പേരിൽ ആണ് ഇതെല്ലാം നടത്തിക്കൊണ്ടുപോയത്. പാവപ്പെട്ടവരുടെ പേരിൽ ഭൂമി തട്ടിയെടുക്കലാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. വഖഫ് ബോർഡ്, നിലവിലുണ്ടായിരുന്ന വഖഫ് ബോർഡ് നിയമത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ, അതായത് പസ്മന്ത മുസ്ലിങ്ങൾക്ക് ഒരു ഗുണവും ലഭിച്ചിരുന്നില്ല. ഭൂമി തട്ടിയെടുത്തത് പാവപ്പെട്ടവരുടേതായിരുന്നു, പട്ടികജാതിക്കാരുടേതായിരുന്നു, പിന്നാക്കക്കാരുടേതായിരുന്നു. മുസ്ലിം വിധവകളുടെ പോലും ഭൂമി വഖഫിന്റെ പേരിൽ തട്ടിയെടുത്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഈ മുസ്ലിം വനിതകൾ അയച്ച കത്താണ് ഈ പുതിയ വഖഫ് നിയമത്തിന്റെ കാതൽ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പുതിയ വഖഫ് നിയമം പട്ടികജാതിക്കാരുടെയും പിന്നാക്കക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഭൂമി സംരക്ഷിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒരു ആദിവാസിയുടെയും ഭൂമി വഖഫ് ബോർഡിന്റെ പേരിൽ തൊടാൻ പോലും കഴിയില്ല പുതിയ നിയമത്തിൽ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും പസ്മന്ത മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശം തിരികെ ലഭിക്കും. സാമൂഹ്യ നീതിയാണ് ഈ വഖഫ് ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ആണ് ഇപ്പോൾ മോദി ഹിസാറിൽ പറഞ്ഞിരിക്കുന്നത്. ബസന്താണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമം പട്ടിക വിഭാഗങ്ങളുടെ ഭൂമി സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുന്ന ഇപ്പോഴാണ്. ഭൂമാഫിയ കൊള്ളയടിച്ചത് പിന്നാക്കക്കാരുടെയും മുസ്ലിം വിധവകളുടെയും ഭൂമിയാണ്. ആദിവാസികളുടെ ഭൂമിയിലും തൊടാനുള്ള അവകാശം അവർക്കില്ലാതാകുന്നു ഈ നിയമത്തോടെ എന്നതാണ് പ്രധാനമന്ത്രി. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ത്രിപുരയിലും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഖഫ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പ്രതിഷേധങ്ങൾ ഇന്നലെ ബംഗാളിൽ മുർഷിദാബാദിൽ മാത്രം 150ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്. ത്രിപുരയിൽ കുറേയേറെ പേർ അറസ്റ്റിലായിട്ടുണ്ട്. 3 മരണമാണ് ബംഗാളിലെ പ്രതിഷേധങ്ങളിൽ ഉണ്ടായത്. പലയിടത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നു. പക്ഷേ തങ്ങൾ എടുത്ത തീരുമാനത്തെ ശക്തിയുക്തം നിലപാട് വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രി.